PSCയിലെ 2025 എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? പോക്സോ നിയമപ്രകാരമുള്ള കുട്ടി ആരാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും പോക്സോ നിയമപ്രകാരം കുട്ടിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. എത്ര ദിവസത്തിനുള്ളിലാണ് രേഖപ്പെടുത്തേണ്ടത്? 30 ദിവസത്തിനുള്ളിലാണ് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? മജിസ്ട്രേറ്റിനാണ് ഇരകളെ നേരിട്ട് ഉപദേശിക്കാനുള്ള അവകാശം. അതുപോലെ ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ തന്നെ അതിൽ വരുന്നുണ്ട്. അതായത് ഗാർഹിക പീഡന നിയമം, അത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഗാർഹിക പീഡന നിയമം വന്ന വർഷം ഏതാണ്? 2005 എന്നുള്ളത്. അതുപോലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ 10ാം വകുപ്പിലാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം, ഇത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉറപ്പ് നൽകുന്നില്ല. എന്തിനാണ് ഉറപ്പ് നൽകാത്തത്? ചൂഷണത്തിനുള്ള അവകാശത്തിനാണ് ഉറപ്പ് നൽകാത്തത്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓഗ്മെൻറ്റ് റിയാലിറ്റിയാണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാം ഒരു ഡാഷാണ്. എന്താണ്? ഡാം ഒരു മാൽവെയർ ആണ്. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ആൻസർ റൂട്ടറാണ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാതമായ വ്യക്തി, സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് എന്താണ്? അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ PSC ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.